അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 22 മുതൽ 25 വരെയുള്ളതായ വാക്യങ്ങൾ ഇന്നത്തെ നമ്മുടെ സന്ദേശത്തിന് ആധാരമായി നമുക്ക് വായിക്കാം. യഹൂദന്മാർ അടയാളം ചോദിക്കുകയും യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുകയും ചെയ്യുന്നു. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. യഹൂദന്മാർക്ക് ഇടർച്ചയും ജാതികൾക്ക് ഭോഷത്വവുമെങ്കിലും യഹൂദന്മാരാകട്ടെ യവനന്മാരാകട്ടെ വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തുവിനെ തന്നെ. ദൈവത്തിന്റെ ഭോഷത്വം മനുഷ്യരെക്കാൾ ജ്ഞാനമേറിയതും ദൈവത്തിന്റെ ബലഹീനത മനുഷ്യരെക്കാൾ ബലമേറിയതും ആകുന്നു. ഈ വേദവാക്യങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും ഏറ്റവും സുപരിതമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. 22-ാമത്തെ വാക്യം ആരംഭിക്കുമ്പോൾ വളരെ അസാധാരണമായൊരു പ്രസ്താവനയോടെയാണ് അത് ആരംഭിക്കുവാൻ ഇടയായിട്ട് തീരുന്നത്. അന്നത്തെ ലോകത്തിൽ വളരെ പ്രബലമായിട്ടുള്ള 2 കൂട്ടം മനുഷ്യരെ മുൻപിൽ നിർത്തിക്കൊണ്ട് അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, യഹൂദന്മാർ അടയാളം ചോദിക്കുകയും യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുകയും ചെയ്യുന്നു. ഞാൻ ഈ വാക്യം വായിക്കുമ്പോൾ അത്ഭുതപ്പെടാറുണ്ട്. അന്നത്തെ തലമുറ അന്വേഷിക്കുകയും ചോദിക്കുകയും ചെയ്യുന്നതായ കാര്യം കൊടുക്കാതെ ഈ ദൈവത്തിന്റെ ദാസൻ പറയുന്നു, ഈ തലമുറ അന്വേഷിക്കുകയും ചോദിക്കുകയും ചെയ്യുന്നത് മറ്റൊന്നാണ് എന്ന് വരികിലും ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. പ്രിയപ്പെട്ടവരെ, സുവിശേഷം ജനത്തിനിഷ്ടമുള്ളത് നൽകുന്ന സന്ദേശമല്ല. ഞാൻ ആ വാക്ക് വളരെ സൂക്ഷിച്ചാണ് പറയുവാൻ ഇടയായിട്ട് തീരുന്നത്. ഇന്ന് സുവിശേഷ ഗോളത്തിൽ ഒരു വ്യതിചലനം സംഭവിക്കുന്നില്ലേ എന്നുള്ള ആശങ്ക എന്റെ മനസ്സിൽ ഇല്ലാതില്ല. എന്നാൽ ഞാൻ ഈ വാക്യഭാഗത്ത് നിന്നുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഈ കാര്യം, സുവിശേഷം ജനത്തിനിഷ്ടമുള്ളത് നൽകുന്നൊരു സന്ദേശമല്ല. കാരണം സുവിശേഷം ദൈവത്തിന്റെ സന്ദേശമാണ്, ദൈവത്തിന്റെ സന്ദേശമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ജനത്തിന് ഇഷ്ടപ്പെട്ടാലും പെട്ടില്ലെങ്കിലും ഈ സുവിശേഷത്തിന്റെ നിർമ്മലമായ സത്യങ്ങളെ ഈ തലമുറയിൽ സൂക്ഷിക്കേണ്ടതിനു വേണ്ടി, അത് പ്രസ്താവിക്കേണ്ടതിനു വേണ്ടിയാണ് ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. എന്റെ പുറകിലും എന്റെ മുൻപിലുമൊക്കെ ഒത്തിരി ദൈവദാസന്മാർ, എന്റെ സഹപ്രവർത്തകരായിട്ടുള്ളവർ, വളരെ ബഹുമാനരായ ദൈവദാസന്മാർ ഇരിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രിയിൽ ഞാൻ വളരെ പ്രാധാന്യത്തോടുകൂടി ഓർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നതായ കാര്യം, ദൈവം നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്ന നിർമ്മലമായ സുവിശേഷത്തിന്റെ സത്യങ്ങളോട് വിശ്വസ്തത സൂക്ഷിച്ചുകൊണ്ട് ദൈവം നമ്മെ ഏൽപ്പിച്ച ഈ ദൈവത്തോടുള്ള വിശ്വസ്തത സൂക്ഷിക്കുവാൻ ഈ തലമുറയിൽ നമുക്ക് ആവശ്യമുണ്ട് എന്നുള്ളതായ സത്യം ഞാനിവിടെ ഓർപ്പിക്കുവാൻ ശ്രമിക്കുകയാണ്. അപ്പോസ്തലനായ പൗലോസ്, ഈ എഴുത്തുകാരൻ തന്നെ തിമോഥെയോസിന് 2-ാം ലേഖനം അതിന്റെ 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അന്ത്യകാലത്തിന്റെ ലക്ഷണം വിശദീകരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഞാനതിന്റെ വിശദീകരണത്തിലേക്ക് പോകുവാൻ ശ്രമിക്കുന്നില്ലെങ്കിലും അവിടുന്ന് 3 വാക്കുകൾ ഇന്ന് രാത്രിയിൽ ഞാൻ ഉൾക്കൊള്ളത്തക്കവണ്ണവും എന്റെ സഹപ്രവർത്തകരായ ദൈവദാസന്മാർ ഉൾക്കൊള്ളത്തക്കവണ്ണവും ഓർപ്പിക്കണമെന്ന് ആഗ്രഹിക്കുക. 2-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, വചനം പ്രസംഗിക്ക. അത് കേൾവിക്കാർക്ക് ഇഷ്ടമാണോ ഇഷ്ടമല്ലയോ അത് ദൈവദാസന്മാർ നോക്കേണ്ടതില്ല. വചനം പ്രസംഗിക്കുവാനായിട്ട് സാധിക്കേണ്ടിയിരിക്കുന്നു. ഈ തലമുറയെ കുറിച്ച് തുടർന്നുള്ള വാക്യങ്ങളിൽ ദൈവദാസൻ പറയുമ്പോൾ ഓർപ്പിക്കുകയാണ്. 3-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, പത്യോപദേശം പൊറുക്കാത്തതായ ഒരു സ്ഥിതിവിശേഷം അന്ത്യകാലത്തുണ്ടാകാൻ ഇടയുണ്ട് എന്നുള്ളത് വ്യക്തമാക്കുകയാണ്.
പത്യോപദേശം പൊറുക്കാത്തതായ ഒരു അന്തരീക്ഷം ഉണ്ടാകുമ്പോൾ ഏതുപദേശമെങ്കിലും പറഞ്ഞാൽ മതിയെന്നല്ല ദൈവത്തിന്റെ ദാസൻ പറയുന്നത്. പിന്നെയോ അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിലും ദൈവവചനത്തിന്റെ പത്യോപദേശം പ്രസംഗിക്കുവാനായിട്ട് പ്രിയപ്പെട്ടവരെ ദൈവം നമുക്ക് ഉത്തരവാദിത്വം തന്നിരിക്കുകയാണ്. 4-ാമത്തെ വാക്യത്തിൽ മറ്റൊരു പ്രയോഗം നാം കാണുന്നുണ്ട്. സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾപ്പാൻ തിരിയുന്ന കാലം വരും. കെട്ടുകഥ കേൾക്കാൻ ആളുകൾക്ക് ഇഷ്ടമുള്ളപ്പോൾ എന്നാൽ കെട്ടുകഥയാകട്ടെ പ്രസംഗം എന്ന് വിചാരിക്കുവാൻ വിശ്വസ്തരായ ദൈവദാസന്മാർക്ക് സാധിക്കുകയില്ല എന്നുള്ളതായ കാര്യം ഞാനിവിടെ വ്യക്തമാക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിന്റെ ആവശ്യത്തിലേക്ക് നോക്കാതെ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവീക സന്ദേശം അതിന്റെ കൃത്യതയിൽ ഈ നാളുകളിൽ ശുശ്രൂഷിക്കേണ്ടതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്കേവർക്കും ധാരാളമായിട്ടുള്ള ദൈവകൃപ നൽകട്ടെ. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് 22-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ വളരെ അസാധാരണമായൊരു പ്രയോഗം പറയുന്നുണ്ട്. ഇത് വളരെ സവിസ്തരമായി അതിന്റെ കാര്യകാരണ സഹിതം ഈ സന്ദേശത്തിൽ വിശദീകരിക്കുവാനായിട്ട് നിവൃത്തിയില്ല. അതിനുള്ള സമയം ഈ സന്ദേശത്തിന് ഇല്ല. എങ്കിലും ദൈവത്തിന്റെ ദാസൻ ഈ വിലയേറിയ സത്യം ചൂണ്ടിക്കാണിക്കുമ്പോൾ വലിയൊരു അപകട സാധ്യതയെക്കുറിച്ച് മുന്നറിയിക്കുവാൻ ഇടയായിട്ട് തീരുകയാണ്. എന്താണ് അപകട സാധ്യത? ദൈവത്തിന്റെ ദാസൻ പറയുകയാണ്, യഹൂദന്മാർ അടയാളം ചോദിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്ന് രാത്രിയിൽ ഓർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം, അടയാളത്തിന്റെ അപകട സാധ്യത ദൈവത്തിന്റെ ദാസൻ ഈ വാക്യത്തിൽ വളരെ ശക്തമായ ഭാഷയിൽ മുന്നറിയിക്കുവാൻ ഇടയായിട്ട് തീരുകയാണ്. ഞാനിന്ന് രാത്രിയിൽ 1-2 സൂചനകൾ അവിടെ നിന്ന് പറയണം എന്ന് ആഗ്രഹിക്കുന്നു. നമുക്കറിയാം, ഈ കാലഘട്ടത്തിലുമൊക്കെ സുവിശേഷ പ്രസംഗം അതിനെ സംബന്ധിക്കുന്നതായ നോട്ടീസുകളിലും മറ്റുമൊക്കെ പ്രസംഗത്തെക്കാൾ അധികം പ്രാധാന്യം നൽകി അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും ആ കാര്യം ചൂണ്ടിക്കാണിച്ച് ജനത്തെ ആകർഷിക്കുന്നൊരു വ്യതിചലനം വളരെ വ്യാപകമായി നമുക്ക് ഈ നാളുകളിൽ കാണുവാനായിട്ട് സാധിക്കുകയാണ്. ഞാൻ ഏറെ വിശദീകരിക്കുന്നില്ലെങ്കിലും 1-2 വാക്കുകൾ ഇവിടെ ഓർപ്പിക്കണം എന്നാഗ്രഹിക്കുക. അടയാളം തിരയുന്നത് നല്ല ലക്ഷണമല്ല. ഇന്ന് രാത്രിയിൽ യോഗത്തിന് വന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, നമ്മിൽ പലരും അങ്ങനെ അടയാളം തിരയുന്നവരല്ല. എങ്കിലും നമുക്കും ഈ കാലഘട്ടത്തിൽ അടയാളത്തോടുള്ളതായ ഒരു ആകർഷണം ഉണ്ടായി പോകുന്നുണ്ടോ എന്നൊരാശങ്ക എന്റെ ഹൃദയത്തെ ഭരിക്കുവാൻ ഇടയായിട്ട് തീരുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, വാക്യങ്ങൾ ഞാൻ വായിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിന്റെ ആദ്യ വാക്യത്തില് പരീശന്മാർ കർത്താവിന്റെ അടുക്കൽ വന്ന് ഒരടയാളം ചോദിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുക. ആ പ്രകൃതം പൗലോസ് ഈ വാക്കുകൾ എഴുതുമ്പോൾ തന്റെ ഹൃദയത്തിൽ ഉണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. 4-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ കർത്താവ് വളരെ വേദനയോടുകൂടി പറയുന്നതായൊരു വാക്ക് നാം കാണുന്നുണ്ട്. ആരാണ് അടയാളം തിരയുന്നത്? ദോഷവും വ്യഭിചാരവുമുള്ള തലമുറ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രിയിൽ ഏറെ വിശദീകരണം കൂടാതെ ഒരു ലളിതമായ സത്യം ഞാനിവിടെ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് ദൈവം തന്നിട്ടുള്ള ഈ ജീവിതം അടയാളം തിരയാനുള്ളതല്ല, അടയാളത്തിന്റെ പിന്നാലെ പോകാനായിട്ടുള്ളതല്ല. പിന്നെയോ വളരെ കാതലായ ഒരു സന്ദേശം ദൈവം നമ്മെ ഏൽപ്പിക്കുവാൻ ഇടയായിട്ട് തീർന്നിട്ടുണ്ട്. ഞാനിവിടെ ഇതോട് ചേർത്ത് മറ്റു കാര്യങ്ങൾ പറയുന്നില്ലെങ്കിലും ഈ ദൈവത്തിന്റെ ദാസന്റെ ജീവിതത്തിൽ നിന്ന് ഒരു വേദഭാഗം നിങ്ങളെ വായിച്ച് കേൾപ്പിക്കണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. പ്രവൃത്തികളുടെ പുസ്തകം 11-ാം അധ്യായത്തിന്റെ 19-ാം അധ്യായത്തിന്റെ 11ഉം 12ഉം വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ, ഒന്നുകൂടി പറയുന്നു, പ്രവൃത്തികളുടെ പുസ്തകം 19-ാം അധ്യായത്തിന്റെ 11ഉം 12ഉം വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ എഴുത്തുകാരനിലൂടെ ധാരാളം അത്ഭുതങ്ങളും അടയാളങ്ങളും
തന്റെ ശുശ്രൂഷ കാലഘട്ടത്തിൽ നിവർത്തിക്കപ്പെട്ടിട്ടുള്ളതായിട്ട് നാം കാണുകയാണ്. എനിക്ക് ആ വാക്യത്തിലെ ഒരു വാക്ക് വളരെ പ്രിയപ്പെട്ട ഒരു വാക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ വാക്കൊന്ന് വായിച്ച് കേൾക്കണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. പ്രവൃത്തിയുള്ള പുസ്തകം 19-ാം അധ്യായം അതിന്റെ 11-12 വാക്യങ്ങൾ വായിച്ചോളൂ. ദൈവം പൗലോസ് മുഖാന്തരം അസാധാരണയായ വീര്യപ്രവർത്തികളെ ചെയ്യിക്കിയാൽ അവന്റെ മേൽമേൽ നിന്ന് റൂമാലും ഉത്തരീയവും രോഗികളുടെ മേൽ കൊണ്ടുവന്നിടുകയും വ്യാധികൾ അവരെ വിട്ടുമാറുകയും ദുരാത്മാക്കൾ പുറപ്പെടുകയും ചെയ്തു. ഇതൊരു സംശയം നമ്മിൽ സ്വാഭാവികമായിട്ട് ഉളവാക്കാവുന്നതാണ്. എന്താണ്? പൗലോസ് മുഖാന്തരം, ആ വാക്ക് ആണ് ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിച്ചത്. അസാധാരണ വീര്യപ്രവർത്തികളെ ചെയ്തു. അപ്പോൾ അസാധാരണ വീര്യപ്രവർത്തികൾ ചെയ്യേണ്ടതിനു വേണ്ടി ഒരു കാലഘട്ടത്തിൽ ദൈവകരങ്ങളിൽ ഉപയോഗിക്കപ്പെട്ട ഈ ദൈവദാസൻ ഇപ്പോൾ കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ ഇങ്ങനെ ഓർപ്പിക്കുന്നു: യഹൂദന്മാർ അടയാളം അന്വേഷിക്കുന്നു. അടയാളം അന്വേഷിക്കുന്നതിന് ഈ ദൈവദാസൻ കുറ്റപ്പെടുത്തുകയാണ്. എന്താണ് അതിന്റെ കാരണം? അത് വളരെ പ്രാധാന്യത്തോടെ ഈ കാലഘട്ടത്തിൽ നാം ഉൾക്കൊള്ളുവാൻ ആവശ്യമായിട്ടുണ്ട്. അപ്പോസ്തലന്മാർക്ക് മുമ്പും അടയാളങ്ങളുടെ ഒരു ചരിത്രമുണ്ട്. ആ ചരിത്രത്തിലേക്ക് ഈ രാത്രിയിൽ ഞാൻ ഒട്ടുമേ പോകുവാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ അപ്പോസ്തലന്മാരിലൂടെ അടയാളങ്ങളും അത്ഭുതങ്ങളും എന്തിനു വേണ്ടി നിർവഹിക്കപ്പെട്ടു എന്നുള്ളത് പ്രിയ ദൈവമക്കളെ നാം മനസ്സിലാക്കിയിരിക്കുവാൻ ആവശ്യമായിട്ടുണ്ട്. അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും വലിയ അതിപ്രസരത്തിന്റെ സമ്മർദ്ദമുള്ള ഈ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ വചനം വെളിപ്പെടുത്തിയിരിക്കുന്ന ഈ ലളിതമായ സത്യത്തെ നമുക്ക് ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കേണ്ടിയിരിക്കുന്നു. മർക്കോസ് സുവിശേഷം 16-ാം അധ്യായം നാം വായിക്കുമ്പോൾ വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും എന്ന് പറഞ്ഞ് ഒരു ദീർഘമായ ലിസ്റ്റ് നാം കാണുന്നുണ്ട്. ഇന്ന് യോഗങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലുമൊക്കെ ആ വാക്യം മുൻനിർത്തി അത്ഭുതങ്ങളും അടയാളങ്ങളും അവകാശപ്പെടുന്ന അനേകരെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രിയിൽ ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ അടയാളങ്ങളെ കൊണ്ട് ദൈവം എന്ത് ലക്ഷ്യമാക്കി